സാറിനെ പോലെ നല്ലൊരാൾ അനുഭവിക്കുന്നൊക്കെ അറിയുന്നുണ്ട്. വല്ലാത്ത വിഷമവും തോന്നാറുണ്ട്. പക്ഷെ സാർ നോക്കിക്കോ, ഇന്ന് സാറിനെ കല്ലെറിയുന്നവർ ഒരിക്കൽ സാറിന്റെ മഹത്വം മനസ്സിലാക്കും. സന്തോഷം തിരിച്ചു വരും. പുലിപ്പാറ എസ്തപ്പാൻ ഒരു കൊടും ക്രിമിനൽ എന്നാ കേട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ പറയുന്നൊക്കെ നേരെ തിരിച്ചാണല്ലോ. ശരിയാ സാറേ, ഒരു വല്ലാത്ത ജീവിതമായിരുന്നു എന്റേത്. പക്ഷെ കൈവിട്ടു പോയതെല്ലാം എനിക്ക് ഏതാണ്ടൊക്കെ മടങ്ങുമെന്ന് തുടങ്ങി. നല്ലതാ. കൊള്ളരുതായ്മകൾ ചെയ്താ പശ്ചാത്തപിക്കാൻ പറ്റുന്നത് വലിയ കാര്യമാണ്. ദേവിക മോള എല്ലാത്തിനും കാരണം. ഇവനത് പിന്നെ ലോക്ക് ചെയ്തോ? എടാ എടാ വാതിൽ തുറക്കടാ. നന്ദ, നീ ഒന്ന് വാതിൽ തുറന്നേ. ചേച്ചിയുടെ ഒരു കാര്യം. നന്ദ, എടാ തുറക്കാൻ. ആ എന്താ ചേച്ചി? നീ അതിന്റെ ഇടയിൽ വീണ്ടും കയറി കുറ്റിട്ടോ. എന്താടാ നിനക്ക്? നീ ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ? എന്ത്? ഇവിടെ ഒന്നുമില്ല. പറയടാ. ചേച്ചിക്ക് എന്താ? അതും ഞാൻ ഓർക്കാതെ കുറ്റിയിട്ടായിരിക്കും. അതൊക്കെ പോട്ടെ, ചേച്ചി എന്തിനാ വീണ്ടും വന്നേ? എടാ, അയാൾ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാൻ നോക്ക്. കാഴ്ചക്ക് അങ്ങനെ നല്ലൊരാളായിട്ട് തോന്നുന്നില്ല. ചേച്ചി പേടിക്കണ്ട, ഒക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. എടാ ഒന്ന് അങ്ങോട്ട് ചെല്ലുന്നെന്താ? ചേച്ചിയല്ലേ ഞാൻ. ഓ ഞാൻ എസ്തപ്പൻ ചേട്ടനെ കണ്ടിട്ട് വരാം. എന്തിനാ വന്നെന്ന് നോക്കട്ടെ. സാർ നോക്കിക്കോ, ആ മോള് നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യം കൊണ്ടുവരും. എസ്തപ്പാനെ പോലുള്ളവരുടെ വാക്കുകൾ തന്നെ വലിയ സന്തോഷ. എസ്തപ്പൻ ചേട്ടാ, അച്ഛന് മനസ്സിലായല്ലോ അല്ലേ? പേര് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി. സാറിനെ കാണാൻ വന്നതിൽ ക്ഷമിക്കണം. ഏയ് എന്താ ഇത്? ചേട്ടൻ വന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അല്ല, ഇവിടുത്തെ കാര്യങ്ങൾ അറിയാതെ ഒരു മനസമാധാനമില്ലായിരുന്നു. പ്രത്യേകിച്ച് നിമ്മി മോൾക്ക്. അതുകൊണ്ടാ വന്നേ. സുഖമല്ലേ സാറേ? സുഖം. അല്ല, ദേവിക മോള്? ആ, അവളിവിടെ ഉണ്ട്. പോകുന്നതിന് മുമ്പ് മോളെ കൂടി ഒന്ന് കണ്ടേച്ചു പോവാം. ഒന്ന് വിളിക്കോ സാറേ? അല്ല, വീട്ടിൽ ചെല്ലുമ്പോ നിമ്മിമോട് ചോദിക്കും ചേച്ചി എന്ത് പറഞ്ഞു എന്ന്. അപ്പോ എന്നെ കൊണ്ട് കള്ളം പറയാൻ പറ്റില്ല. എനിക്ക് ദേവിക മോളൊന്ന് കാണണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.